മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ ഫുൾ ബജറ്റ് സർപ്രൈസുകൾ നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് മധ്യവർഗത്തെ സംബന്ധിച്ച്, ശമ്പളം വാങ്ങിക്കുന്ന മധ്യവർഗത്തെ സംബന്ധിച്ച് വമ്പൻ നേട്ടമാണ് ഈ ബജറ്റ്. അതേസമയം തന്നെ കേരളത്തെ അവഗണിച്ചു തുടങ്ങി പാർശ്വവൽകൃത ജനവിഭാഗത്തിന് എന്തുണ്ട് എന്ന ചോദ്യം വരെ പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ വിമർശനങ്ങളുണ്ട് എങ്കിലും ഒരാളും പ്രതീക്ഷിക്കാത്ത പ്രഖ്യാപനം നികുതിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നത് വളരെ സവിശേഷമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. ഇത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർത്താൽ 70,000, അങ്ങനെ 12,70,000 രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല. സാമാന്യമായ മലയാളം, 1 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം വാങ്ങുന്ന ആളും ഇനി ആദായ നികുതി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് 1 ലക്ഷം രൂപ മാസ ശമ്പളമുള്ള ആളിനും ആദായ നികുതി കൊടുക്കേണ്ടത്. അതായത് മധ്യവർഗം, സാധാരണക്കാർ എന്ന് പറയുമ്പോഴും 1 ലക്ഷം രൂപ വരെയുള്ളവർക്ക്. അപ്പോൾ ഇത് സാധാരണക്കാരാണോ എന്ന ചോദ്യമൊക്കെ വരാം. പക്ഷേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയയാണ് രാഷ്ട്രീയമായും നമ്മുടെ സാമ്പത്തിക മേഖല